റിപ്പോർട്ട് ബ്രേക്കിംഗ്. തൃപ്പൂണിത്തറയിൽ മേജർ രവി ബിജെപിയുടെ സ്ഥാനാർത്ഥിയായേക്കും. കൊച്ചിയിൽ ലത്തീൻ സഭയിൽ നിന്നുള്ള പൊതു സ്വതന്ത്രനെയാണ് പരിഗണിക്കുന്നത്. വൈപ്പിനിൽ BDJS മത്സരിക്കും. തൃക്കാക്കരയിൽ PR ശിവശങ്കരനും TP സിന്ധുമോൾക്കും സാധ്യത. ലേബി സൈന്ദ്രൻ ഈ പുതിയ വിവരങ്ങളുടെ വിശദാംശങ്ങളുമായി. ലേബി, TP സിന്ധുമോൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയാണോ? അതോടൊപ്പം തന്നെ PR ശിവശങ്കരന്റെ പേരും കേൾക്കുന്നു. തൃപ്പൂണിത്തറയിൽ മേജർ രവി ഉറപ്പിച്ചോ? സ്മൃതി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ്. തൃപ്പൂണിത്തറയിൽ മേജർ രവി വരികയാണെങ്കിൽ അത് BJPയുടെ ഒരു പ്രത്യേക വളരെ സുപ്രധാന തീരുമാനം തന്നെയായിരിക്കും. മേജർ രവി മത്സരിക്കാൻ വിമുഖത അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് മേജർ രവി തന്നെയാകും ഇവിടെ സാധ്യത. മേജർ രവിക്ക് തന്നെയാകും എന്നുള്ള കാര്യമാണ് ഏറ്റവും ഒടുവിൽ അറിയുന്നത്. മേജർ രവിയെ BJP പരിഗണിക്കാനുള്ള പ്രധാന കാര്യം തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് കലാ സാംസ്കാരിക കേന്ദ്രമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ, BJP നേതാവിനെ അവതരിപ്പിക്കുന്നതിനേക്കാൾ മുന്നേറ്റം ഒരു BJP സഹയാത്രികനായ മേജർ രവിയെ അവതരിപ്പിക്കുന്നതിലൂടെ കുറച്ചുകൂടി കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്നവരുടെയൊക്കെ വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെന്നാണ് BJP കരുതുന്നത്. തൃപ്പൂണിത്തറ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്മൃതി, തൃപ്പൂണിത്തറ മണ്ഡലം 2011 പുതിയ മണ്ഡല പുനർനിർണ്ണയം വന്നപ്പോൾ പുതിയ തൃപ്പൂണിത്തറ ഉണ്ടാകുന്നത്. അന്ന് പഴയ തൃപ്പൂണിത്തറയുടെ ചെറിയ ഭാഗവും പഴയ പള്ളുരുത്തിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചേർന്നാണ് പുതിയ തൃപ്പൂണിത്തറ വരുന്നത്. പുതിയ തൃപ്പൂണിത്തറ രൂപം കൊണ്ടപ്പോൾ അത് ഫലത്തിൽ ഒരു പൂർണ്ണമായും ഇടതു സ്വഭാവമുള്ള ഒരു മണ്ഡലമായി മാറുകയായിരുന്നു. എന്നാൽ K. ബാബുവിന്റെ ജനകീയത കൊണ്ട് മാത്രമാണ് അന്ന് 15,000-ഓളം വോട്ടുകൾക്ക് K. ബാബു അവിടെ വിജയിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട ഒരു രാഷ്ട്രീയപരമായ കാര്യം, അന്ന് BJP ശക്തമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് BJP വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലമായി തൃപ്പൂണിത്തറ മാറുകയായിരുന്നു. BJP തന്നെ ജില്ലയിൽ ഏറ്റവും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതും തൃപ്പൂണിത്തറയിലാണ്. അതുകൊണ്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രത്യേകതയുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും. അതുമാത്രമല്ല, 2016 തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നപ്പോൾ അന്ന് K. ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഏക തോൽവി അന്നാണ് ഉണ്ടായത്. അന്ന് തുറവൂർ വിശ്വംഭരനെ നിർത്തിയാണ് BJP അന്ന് കളം പിടിക്കാൻ ഒരുങ്ങിയത്. അന്ന് BJP പ്രതീക്ഷിച്ച വലിയ മുന്നേറ്റമാണ് അന്നുണ്ടായത്. 28,000 വോട്ടുകളാണ് അന്ന് തുറവൂർ വിശ്വംഭരൻ നേടിയത്. അന്ന് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ന്യൂനപക്ഷ വോട്ടുകളുടെ ചോർച്ചയും ഒക്കെ ഉണ്ടായെങ്കിലും K. ബാബുവിന്റെ പരാജയത്തിന് അന്നൊരു ഘടകമായി വർത്തിച്ചത് അന്ന് തുറവൂർ വിശ്വംഭരൻ പിടിച്ച വലിയ വോട്ടുകളുടെ ഒരു കണക്ക് തന്നെയാണ്. തൊട്ടടുത്ത് 2021 വന്നപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ അന്നും 26,000 വോട്ടുകളാണ് BJP അവിടെ പിടിച്ചത്. BJP 26,000 വോട്ടുകൾ പിടിച്ചു എന്ന് പറയുമ്പോൾ അന്നും, അതായത് 2011 15,000 വോട്ടുകളുടെ മുന്നേറ്റം നടത്തിയ K. ബാബുവിന് 1000-ലേക്ക് അത് ഭൂരിപക്ഷം ഒതുക്കേണ്ടിയും വന്നു. അതാണ് തൃപ്പൂണിത്തറയിൽ മേജർ രവിയെ പരീക്ഷിക്കാനുള്ള ഒരു കാരണമായി BJP കാണുന്നത്. കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി മണ്ഡലവും ഈ പറയുന്ന പോലെ ഒരു ലത്തീൻ ആധിപത്യമുള്ള മണ്ഡലമാണ്. അവിടെ മുസ്ലിം വോട്ടുകളും ഉണ്ട് എങ്കിൽ പോലും ലത്തീൻ വോട്ടുകൾ എപ്പോഴും വിജയ പരാജയ നിർണ്ണയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ട് മുന്നണികളും LDF-ലെ സിറ്റിംഗ് MLA അവിടെ KJ മാക്സ് നിൽക്കുന്നു. UDF-ഉം അതുപോലെ തന്നെ ലത്തീൻ സ്ഥാനാർത്ഥിയെ നിർത്തുമോ ഇല്ലയോ എന്നുള്ള ആശയക്കുഴപ്പമൊക്കെ ഈ ഘട്ടത്തിലുണ്ട്. BJP അവിടെ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് അവിടുത്തെ ഈ ഒരു സാമുദായിക സമവാക്യം പരിഗണിച്ചുകൊണ്ടാണ് ഒരു ക്രൈസ്തവ സ്വതന്ത്രനെ അവിടെ ഇറക്കി പുതിയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. കൊച്ചി മണ്ഡലവും ഈ പറയുന്നത് പോലെ നേരത്തെ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ 2021 ഇലക്ഷനിൽ 2020 പിടിച്ച വോട്ടുകളും അന്ന് V4 കൊച്ചി പിടിച്ച 2,000 വോട്ടുകളും കൂടി ചേർത്ത് 22,000 വോട്ടുകളാണ് ചോർന്നു പോയത്. അന്നും 14,000 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥി ഇവിടെ പരാജയപ്പെടുന്നത്. ഈ ഒരു കാര്യമൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവിടെ ഒരു ക്രൈസ്തവ സ്വതന്ത്രനെ തേടുന്നത്. വൈപ്പിനാകട്ടെ BDJS-ലേക്കും പോകുന്നുണ്ട്. ശരി, തൃപ്പൂണിത്തറയിൽ മേജർ രവി BJPയുടെ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള സൂചനകൾ വരികയാണ്. കൊച്ചിയിൽ ലത്തീൻ സഭയിൽ നിന്നുള്ള പൊതു സ്വതന്ത്രനെ പരിഗണിക്കുമെന്നുള്ള വിവരവും. വൈപ്പിനിൽ BDJS മത്സരിക്കും എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൃക്കാക്കരയിൽ PR ശിവശങ്കരനും TP സിന്ധുമോളും 2 പേരുകളും കേൾക്കുന്നു. ഇടവേള.